BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനു വേണ്ടി CPI പരസ്യ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നതിന് പിന്നിൽ CPM നേതൃത്വം തന്നെയെന്ന് സംശയമുയരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KN ബാലഗോപാലിനെ ഉപനേതാവായി ചുമതലപ്പെടുത്തുന്നത് ഒഴിവാക്കാനുള്ള പിണറായി പക്ഷ നീക്കമായാണ് ഇവർ CPIയുടെ സമ്മർദ്ദത്തെ വിലയിരുത്തുന്നത്. ചരിത്രപരമായ തോൽവിയോടെ ഭരണം നഷ്ടമായെങ്കിലും 35 അംഗങ്ങൾ മാത്രമുള്ള പ്രതിപക്ഷത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്നായിരുന്നു CPMന്റെ തീരുമാനം. CPI ഉൾപ്പെടുന്ന ഇടതുമുന്നണി സംവിധാനവും ഇത് അംഗീകരിച്ചു. എന്നാൽ ദയനീയ തോൽവിയിലേക്ക് സർക്കാരിനെ നയിച്ച പിണറായി പ്രതിപക്ഷ നേതാവായി നയിക്കുന്നതിനെതിരെ കീഴ്ഘടകങ്ങളിൽ നിന്ന് വലിയ വിമർശനം ഉയർന്നെങ്കിലും നേതൃമാറ്റമെന്ന ആവശ്യം CPM നേതൃത്വം നിരാകരിച്ചു. പാർട്ടിയുടെ കടിഞ്ഞാൺ ഭദ്രമായി കയ്യിലൊതുക്കിയ പിണറായിക്ക് മരുമകനായ മുഹമ്മദ് റിയാസ് MLA പ്രതിപക്ഷ ഉപനേതാവാക്കാനാണ് താല്പര്യം. ഇതിനിടെയാണ് മുതിർന്ന അംഗമെന്ന നിലയിൽ KN ബാലഗോപാലിന്റെ ഇടപെടൽ സഭയിൽ പ്രതിപക്ഷ നിരയിൽ നിന്നും ശക്തമായി ഉയർന്നത്. ഉപനേതാവായി ചുമതലപ്പെടുത്തിയിട്ടില്ല എങ്കിലും സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലടക്കം മുൻ മന്ത്രിയായ ബാലഗോപാലാണ് പ്രതിപക്ഷത്തെ നയിച്ചത്. പ്രായാധിക്യമുള്ള പിണറായിക്ക് മുഴുവൻ സമയം സഭാ പ്രവർത്തനത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. ബാലഗോപാൽ ഉപനേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാം. എന്നാൽ റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പിണറായിക്ക് ഇത് തിരിച്ചടിയാകും. ന്യൂനപക്ഷങ്ങൾ അകന്നതാണ് വലിയ പരാജയത്തിന് കാരണമായതെന്ന പിണറായിയോട് അടുപ്പം പുലർത്തുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ അടക്കം വിലയിരുത്തൽ റിയാസിനുള്ള കളമൊരുക്കലാണെന്നാണ് വിമർശനം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിജയിച്ച ഏക ഇടത് സ്ഥാനാർത്ഥിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസ്. പിണറായി മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസിനെതിരെ രൂപപ്പെട്ട 3 അംഗ കൂറു മുന്നണിയിൽ ഉൾപ്പെട്ട നേതാവാണ് ബാലഗോപാൽ. മറ്റ് 2 മന്ത്രിമാരായ P രാജീവും MP രാജേഷും തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഭരണഘടനാ പദവിയില്ലെങ്കിലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിനായി പരസ്യ ആവശ്യം ഉന്നയിച്ചതോടെ ഇനി CPIക്ക് പിന്മാറ്റം സാധ്യമല്ല. 8 അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഇടതുമുന്നണിയിൽ 2ാം കക്ഷിയാണ് CPI. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കാൻ CPM തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പക്ഷത്തേക്ക് ചുവടുമാറാനെന്നും നിലവിലെ സാഹചര്യത്തിൽ CPI തയ്യാറാകില്ല. 102 സീറ്റിന്റെ വ്യക്തമായ ഭൂരിപക്ഷമുള്ള UDFന് CPIയെ ആവശ്യവുമില്ല. രഹസ്യധാരണയുടെ ഭാഗമായാണ് CPIയുടെ സമ്മർദ്ദമെന്ന സംശയം ഈ സാഹചര്യത്തിലാണ് CPMൽ ഉയരുന്നത്. CPIക്ക് ഉപനേതാവ് പദവി നൽകുകയോ തർക്കം മൂത്ത് പദവി വേണ്ടെന്ന് വെക്കുകയോ ചെയ്താലും ബാലഗോപാലിന്റെ ഭീഷണി പിണറായിക്ക് ചൊറുക്കാനാകും. എന്നാൽ CPI ഈ വിഷയത്തിൽ അത്ര എളുപ്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്നാണ് സൂചന. UDFിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നിയമസഭയ്ക്കുള്ളിൽ പല വിഷയങ്ങളിലും CPMൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് തങ്ങളുടെ സ്വതന്ത്ര വ്യക്തിത്വം നിലനിർത്താൻ CPI ശ്രമിച്ചേക്കാം. ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന പല ആരോപണങ്ങളിലും മൗനം പാലിക്കേണ്ടി വന്നതിന്റെ ആത്മപരിശോധനയിലാണ് CPI ക്യാമ്പ്. അതിനാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നിഷേധിക്കപ്പെട്ടാൽ സഭയിലെ സംയുക്ത പ്രതിപക്ഷ നീക്കങ്ങളിൽ നിന്ന് CPI വിട്ടുനിൽക്കാനോ അല്ലെങ്കിൽ തനതായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനോ സാധ്യതയുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ LDFന്റെ തകർച്ചയ്ക്ക് തന്നെ ആക്കം കൂട്ടിയേക്കാവുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറാനാണ് സാധ്യത. ചുരുക്കത്തിൽ നിയമസഭയ്ക്കുള്ളിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ ഉടലെടുത്തിരിക്കുന്ന തർക്കം കേവലം ഒരു പദവി മോഹമല്ല, മറിച്ച് CPMന്റെ ഭാവി നേതൃത്വത്തെയും ഭരണത്തുടർച്ച നഷ്ടപ്പെട്ട ശേഷമുള്ള മുന്നണിയുടെ രാഷ്ട്രീയ ഗതിയെയും നിർണ്ണയിക്കുന്ന നിർണായകമായ പോരാട്ടമാണ്. മുഹമ്മദ് റിയാസിനെ അടുത്ത തലമുറയിലെ മുൻനിര നേതാവായി പ്രതിഷ്ഠിക്കാനുള്ള പിണറായി വിജയന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ബാലഗോപാൽ പക്ഷവും CPIയും ഒരേപോലെ ശ്രമിക്കുന്നു എന്ന സൂചനയാണ് നിലവിലെ സംഭവ വികാസങ്ങൾ നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ അധികാര തർക്കം പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് LDFന്റെ അടിത്തറ ഇളകുന്നതിനൊപ്പം നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ കൂടുതൽ ദുർബലപ്പെടുത്താനും 102 സീറ്റുകളോടെ അധികാരത്തിലേക്ക് ഏറിയ UDFന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകാനും മാത്രമേ ഉപകരിക്കൂ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.